ഹല ഹല ഹബീബി. അങ്ങനെ ഞങ്ങൾ വീണ്ടും മീൻ പിടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാം, പണി കിട്ടി. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന മാതിരി നമ്മളും ബോണറ്റ് തുറന്ന് നോക്കി വെച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ ദാ കിടക്കുന്ന ബെൽറ്റൊക്കെ തണാ ഗുണ പണിപാളി. ഒരു നിർവാഹമില്ല. ആളെ ആർക്കൊക്കെ വിളിക്കുന്നുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ റിക്കവറിക്ക് വിളിച്ച അവസാനം അങ്ങനെ റിക്കവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആകെപ്പെട്ടു നടുക്കടലിൽ നിന്ന് പറഞ്ഞാൽ നടു റോട്ടിൽ വണ്ടി മീൻ പിടുത്തം എന്തായി. ഇന്നത്തെ മീൻപിടുത്തം കണ്ടില്ല, മനോഹരമായിട്ട് മുഞ്ചില്ലേ. അടുത്ത പ്രാവശ്യം ഒന്നിപ്പച്ച 3 മൂന്നാമത്തെ പയച്ചു. അപ്പൊ നാലാമത്തെ നമ്മൾ ശരിയാക്കും. 4-ാം മുഴത്തിനായി പോകണമെങ്കിൽ ആദ്യം വാഹനം സനയിലേക്ക് എത്തിക്കണം. ഓക്കെ. അപ്പോൾ റിക്കവറി വരാൻ വേണ്ടി സമയം എടുക്കും. അതുവരെ കട്ട പോസ്റ്റ് അങ്ങനെയൊക്കെ നിന്ന് കാല് കളഞ്ഞപ്പോൾ വണ്ടിയിരുന്നപ്പോൾ അല്ലാക്കിൻ്റെ ചൂടും വയർപ്പും ഉഷ്ണവും ക്ഷീണവും ഒക്കെ പാടെ എല്ലാം മറിഞ്ഞ് വയറി വന്നുകൊണ്ടിരുന്നു. കുറച്ച് പുറത്തിറങ്ങി വീണ്ടും കുറച്ച് വെള്ളം കുടിച്ചു. റിക്കവറി വരാൻ സമയമായി. അങ്ങനെ റിക്കവറി എത്തി. ഓക്കെ. പലയിടങ്ങളിലും കാണുന്ന ഒരു പ്രത്യേക ഗേറ്റാണിത്. ഓക്കെ. ഇത് വാഹനങ്ങളിൽ അടുത്ത് കൊണ്ടുപോയി നിർത്തിയാൽ മാത്രമേ ഓപ്പൺ ആവാറുള്ളൂ. അങ്ങനെ ഇത് ആദ്യമായി ചെന്ന് വിട്ട ചില ഡ്രൈവർമാർക്ക് പല അബദ്ധങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഈ ഹമ്പിൻ്റെ തൊട്ട് പിറകിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് വെയിറ്റ് ചെയ്ത കുറേ രസകരമായ സംഭവങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ക്ഷീണം കാരണം ഒന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ നേരം പരപരാന്ന് വിളിക്കുന്ന സമയം ആ ലൈനിലെത്തി. സമയം ഏതാണ്ട് ഒരു 7 മണിയാകാറായി. ഓക്കെ. ഇവിടെ എത്തിയ നേരെ വണ്ടി പാർക്ക് ചെയ്യണം, ഗാരേജിൽ ഇറക്കാൻ. ഡ്രൈവറോട് ബായ് പറഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. നല്ല പയ്യനായിരുന്നു. നല്ലൊരു കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അതിനുശേഷം ഒന്ന് ഉറങ്ങിപ്പോയതൊക്കെ. അങ്ങനെ അളീൻ്റെ ഫുൾ കരുത്ത് കാണിക്കുന്നുണ്ട്. ഇതാണ് വണ്ടി റോഡിൽ ഇറക്കിയ അവസ്ഥ. ഈ 2 ലിവറാണ് ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ. നമ്മുടെ നാട്ടിൽ ഇത്ര വാഹനം കുറവാണ്. ഉണ്ട്, ഇല്ല എന്നല്ല, കുറവാണ്. ഒരു മാന്യമായ റേറ്റ് പറഞ്ഞ് വാങ്ങി. ഇന്ന് രക്ഷപ്പെട്ട മീനുകളോട് എന്താ പറയാനുള്ളത്? ആയുസ് കൂടുതലാണ്. പൂർവ്വ ശക്തിയോടെ നമ്മൾ തിരിച്ചു തരും. 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം അത് കഴിഞ്ഞാൽ നമ്മൾ പറയാനില്ല. ചിലപ്പോൾ മീൻ വലുപ്പം വെച്ചാലല്ലേ.